സ്വാതി. ഓ, അവളെ മാത്രം നിർത്തിയിട്ട് പോന്ന എങ്ങനെയാ വല്യമ്മേ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതായി പോയല്ലോ. നീലിനിപ്പൊ എങ്ങനെയുണ്ടെന്നല്ല നിനക്ക് അറിയേണ്ടത്. എന്തിന് സ്വാതിയെ നിർത്തി ഞങ്ങൾ തിരിച്ചു പോന്നു എന്നറിയണം, അതല്ലേ? നീലിന് കുഴപ്പമില്ലാത്തോണ്ടായിരിക്കുമല്ലോ നിങ്ങളിപ്പോ ഇങ്ങോട്ട് പോകുന്നത്. ആണല്ലോ. എന്നാ അതേ കാരണം കൊണ്ട് തന്നെ സ്വാതിയെ അവിടെ നിർത്തിയിട്ട് പോകുന്നതും. ഓ, അവള് മിടിക്കല്ലേ, അവളില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ഓ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. അവൾക്ക് എഴുത്തും വായന വല്ലതും അറിയോ? അതിനത് കോളേജ് അല്ല, ആശുപത്രിയാ. ഓ, ഈ വല്യമ്മയ്ക്ക് ഒരു വക അറിയത്തില്ല. എന്താ നിന്റെ പ്രശ്നം? മനസ്സിലായില്ലേ? സ്വാതിയെ ബൈസ്റ്റാൻഡായിട്ട് നിർത്തിയത് ഇവക്കൊട്ടും ഇഷ്ടമായിട്ടില്ല. അതിന് കാരണമുണ്ട് വല്ലിച്ച. അതറിയാം, അസൂയ. അസൂയ അല്ലേ വല്യമ്മേ? അതെ, നീ ഇപ്പം വേദയ്ക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ പേര് പോലും കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. നീൽ സാറിന് ഇപ്പൊ എങ്ങനെയുണ്ട് ചാച്ചി? ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓ, എന്റെ ആറ്റുകാലമ്മച്ചിയുടെ അനുഗ്രഹം. നീലിനെ സ്വാതി ആശുപത്രിയിൽ എത്തിക്കുമ്പോ മരിക്കുന്നുള്ള അവസ്ഥയിലായിരുന്നു അവൻ. എത്തിക്കാൻ കുറച്ച് വൈകിയിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചേനെ. പറഞ്ഞേക്ക് നിന്റെ വേദയോട്, ഒന്നും ഞങ്ങൾ മറക്കാൻ പോകുന്നില്ലെന്ന്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് വേണ്ട വിധം നടന്നില്ലെങ്കിൽ തിരിച്ചു ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും. വല്യമ്മേ, വേദ നിരപരാധിയാണ്. വേണ്ട, നീ അവളെ ഇനി ന്യായീകരിക്കണ്ട. ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട പെണ്ണിനെയാണല്ലോ നീൽ ഇത്രയും കാലം സ്നേഹിച്ചതെന്ന് ഓർക്കുമ്പോ അത്ഭുതം തോന്നുക. വേദ എവിടെ നിൽക്കുന്നു, സ്വാതി എവിടെ നിൽക്കുന്നു? സ്വാതിയുടെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ള അർഹത പോലും വേദയ്ക്കില്ല. അതുകൊണ്ട് ആ പേരിനി ഇവിടെ ഉച്ചരിച്ച തല്ലി കൊല്ലി ഞാൻ. വേദ തീർന്ന്, ഇനി സ്വാതിയെ പിറകാലാണ്. കാലമല്ല കലം. ഒന്ന് പോ പെണ്ണുപിള്ള. ഒരഭിപ്രായക്കാരി വന്നിരിക്കുന്നു. വേദയുടെ വീട്ടുകാർ കാണിച്ച ഒരു ആന മണ്ടത്തരം അറ്റാക്ക് എന്ന് വെച്ചിട്ട് അതിന്റെ പേരിൽ ആരെങ്കിലും വേദയെ തെറിപ്പിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറുതെ. ഈ ഞാനുള്ളിടത്തോളം കാലം അതിനാരെയും സമ്മതിക്കില്ല. പിന്നെ നിന്റെ സമ്മതം വാങ്ങിയിട്ടില്ലേ അവർ ഓരോന്ന് ചെയ്യണ പോണേ? എന്താ? അല്ല, വെളിയിൽ മേഘങ്ങളുണ്ട്, ചിലപ്പോ ഇന്ന് മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയായിരുന്നു. ഇനി ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് നീലിന്റെ മുമ്പിൽ ചെല്ലാൻ എനിക്ക് വയ്യ. അതൊക്കെ ശരിയാ, പക്ഷെ ഇതുകൊണ്ട് വേദിക്ക് ഗുണമുണ്ടെങ്കിലോ? എന്ത് ഗുണം? നീൽ എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. അങ്ങനെ ചെയ്യോ? ഇല്ലെന്നാ എനിക്ക് തോന്നുന്നേ. നമ്മളെന്ന് പറഞ്ഞില്ലേ, ഒരവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും നീലിനെ പോയി കാണണമെന്ന്. ആ അവസരം ഇത്. ചെന്ന് കയറാൻ ഇതിലും പറ്റിയൊരു ചാൻസ് വേറെ കിട്ടാനില്ല. റിസൾട്ടിനെ കുറിച്ചാണോ നീ ഇപ്പൊ ചിന്തിക്കുന്നേ? അത് പോസിറ്റീവ് തന്നെയായിരിക്കും. ആയിരിക്കോ? പറയുന്നത് വേദയല്ലേ, നീല അനുസരിക്കും. അങ്ങനെ അനുസരിച്ചാ ആരാ തോക്കുന്നേ? സ്വാതി. വേദയ്ക്ക് വേദയുടെ കാര്യം നേടുകയും ചെയ്യാം, വലിയ ചെലവില്ലാതെ സ്വാതിയെ ജയിക്കുകയും ചെയ്യാം. ഇതൊരു അവസരമായിട്ട് എടുക്കണം വേദ. എനിക്ക് ടെൻഷനുണ്ട്. നീല ഒരു മനുഷ്യനാ. തന്നെ ഉപദ്രവിച്ചവരെ വെറുതെ വിടാൻ പറഞ്ഞ നീലത് ഉൾക്കൊള്ളണമെന്നില്ല. നീലെന്നല്ല, ആരും അതിന് സമ്മതിക്കില്ല. പക്ഷേ പറയുന്നത് ആരാ? വേദ. എന്തിനാ പറയുന്നത്? സ്വന്തം അനിയനെ രക്ഷിക്കാൻ വേണ്ടിയല്ല. നീലും വേദയും തമ്മിലുള്ള പ്രണയത്തിന് ഇനി എടങ്കോലിടാൻ സ്വന്തം വീട്ടുകാർ നിൽക്കരുത്. എന്ന് വെച്ചാ പ്രണയത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗം അങ്ങനെ അവതരിപ്പിക്കാവൂ. അങ്ങനെ അവതരിപ്പിച്ച നീൽ അതിന്റെ സ്പിരിറ്റിലെ എടുക്കൂ. പോവാല്ലേ? പോണം. പോയി ജയിച്ചു വരണം. ജയിച്ചാ അതിന് വേറെ ഗുണങ്ങളും ഉണ്ട്. ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും തിരിച്ചു ദ്രോഹിക്കാൻ തയ്യാറാകാത്ത നീലിനോട് വേദയുടെ വീട്ടുകാർക്ക് ഇഷ്ടം തോന്നും. അവര് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് സമ്മതം തരും. അതോടെ സ്വാതി എന്ന ഭീഷണി എന്നേക്കുമായിട്ട് അവസാനിക്കും. ഒരു വെടിക്ക് രണ്ടു പക്ഷിന്ന് പറയാറില്ലേ? അതിന് പറ്റിയ കേസായത്. വേദയുടെ വീട്ടുകാരുടെ എതിർപ്പ് മാറും, സ്വാതി തെറിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിലോ?
സംഭവിക്കാതിരിക്കാൻ ഞാൻ നോക്കിയിട്ട് വേറെ കാരണങ്ങളൊന്നും കാണുന്നില്ല. വേദ, ചിന്തിക്കാനൊന്നുമില്ല. വേദ പോകുന്നു. ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സ്വാതിയെ തോൽപ്പിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഗൗരി, ഗിരി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടോ. കുറച്ചു കാലത്തിന് മുമ്പ് നിനക്ക് നീലിനായിരുന്നല്ലോ ഇഷ്ടം. എടി, നിന്റെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ അനിയന്റെ ജീവിതം നിനക്ക് തീരെഴുതി തരാൻ ഞാൻ ഒരുക്കുമല്ല. അതുകൊണ്ട് മേലാൽ ഇത്തരം വളഞ്ഞ ബുദ്ധിയും കൊണ്ട് എന്റെ അടുത്ത് വന്നേക്കരുത്. ഇനി വന്ന ഗൗരി, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാനൊന്നുമില്ല, അത് നടക്കില്ല. ഞാൻ നടത്തിയാലോ? എന്നാലേ ഞാനങ്ങ് തല വടിക്കും, എന്നിട്ട് മൊട്ടയായിട്ട് നടക്കും. ഒന്ന് പോടി, ഭീഷണിപ്പെടുത്താൻ വന്നേക്കുന്നു നീർക്കോലി. അതും എന്നോട്. നീ പണി നോക്കും. എല്ലാം മാറിയിട്ട് പോയാ മതി. ഇവിടെ ഇങ്ങനെ ഒരേ കിടപ്പ് കിടന്നിട്ട് മടുത്തു. പരിക്കൊക്കെ മാറണ്ടേ? ആ, അതും വേണം. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് പിരിഞ്ഞവരെ നമ്മള്. പക്ഷേ വിധി അതിനനുവദിച്ചില്ല. നിന്നെ ഉപേക്ഷിച്ചവനല്ല ഞാൻ. എന്നിട്ടും എന്തിനാ നീ എന്നെ രക്ഷിച്ചത്? എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളായതുകൊണ്ട്. അവരുടെ വെട്ടുകൊണ്ട് ഞാൻ മരിച്ചിരുന്നെങ്കിൽ നിനക്ക് സന്തോഷിക്കായിരുന്നില്ലേ? ഇത്രയും കാലം നിന്നെ ക്രൂരമായി നോവിച്ചതിനുള്ള ശിക്ഷ കിട്ടിയെന്ന് തൃപ്തിപ്പെടാമായിരുന്നില്ലേ? എനിക്ക് ഏട്ടനോട് ഒരു വെറുപ്പുമില്ല, നന്ദി മാത്രമേ ഉള്ളൂ. എന്നെ പോലൊരു പെണ്ണിനെ എന്തിന്റെ പേരിലായാലും വിവാഹം കഴിച്ചില്ലേ? അനാഥയായ എനിക്ക് ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്നില്ലേ? ഒന്നും മറക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താ അതിലും വലിയ നന്ദികേട് വേറെ എന്താ ഉള്ളത്? അതല്ല എന്റെ ശീലം, സംസ്കാരം. ഈ നന്മയാണ് ഇത്രയും കാലം ഞാൻ തിരിച്ചറിയാതെ പോയത്. അതിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നത്. നീ എന്നെ വിട്ടു പോയിരുന്നെങ്കിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ ഞാൻ ദുഃഖിക്കുമായിരുന്നു. ഇപ്പൊ നീ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ സന്തോഷം മാത്രമേ ഉള്ളൂ സ്വാതി. ഇത്രയും കാലം ഞാൻ നിന്നോട് കാണിച്ച അവഗണന, അവജ്ഞ, അതിന് പരിഹാരം ചെയ്യാനാ മരിക്കാതെ എന്നെ ദൈവം രക്ഷപ്പെടുത്തിയത്. ഞാനത് ചെയ്യണം, ചെയ്യും. പുതിയൊരു നീൽ, പുതിയ മനസ്സും പുതിയ കാഴ്ചപ്പാടുള്ള ഒരു നീൽ. ഇതെന്റെ രണ്ടാം ജന്മമാണ്. ഈ ഒരു ജന്മത്തിൽ ഇനി ഒരിക്കലും നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. ഞാൻ മൂലം ഒരിക്കലും നിന്റെ ഈ കണ്ണുകൾ നിറയില്ല. ഇനി നടക്കാൻ പോകുന്നത് വേദ വേദയുടേതെന്നും സ്വാതി സ്വാതിയുടേതെന്നും കരുതുന്ന ഒരാളെ പിടിച്ചെടുക്കാനുള്ള യുദ്ധമാണ്.